ഫ്രണ്ട്സ്, എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പിന്നെ ആ ഒരു പ്രൊമോയില് നമ്മുടെ ആര്യൻ ആ ഒരു വലിയ ചുമടൊക്കെ ആയിട്ട് നമ്മുടെ ബാലൻ സ്റ്റോഴ്സിന്റെ ഗോമതി സ്റ്റോഴ്സിന്റെ അരികത്ത് കൂടെ വേറെ കടയിലോട്ട് ചെല്ലുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ബാലന്റെ കടയിലോട്ടും സാധനങ്ങൾ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാലനും ആനന്ദും ആകാശൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പൊ അവര് ആദ്യം ഇങ്ങനെ നമ്മുടെ ആര്യൻ ഇങ്ങനെ വലിയ ചുമടൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവർ ഞെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ ബാലന്റെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ഈഗോ വിട്ട് കളിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബാലൻ ആ ഒരു ബാലന്റെ സ്റ്റോറിൽ സാധനങ്ങൾ വെക്കാൻ വരുമ്പോൾ വെറും ഒരു പണിക്കാരൻ്റെ തൊഴിലാളിയുടെ അടുത്ത് പെരുമാറുന്നത് പോലെ, എടാ അങ്ങനെയൊന്നും അല്ല, ഈ അറിയാൻ പാടാത്തവരൊക്കെയാണോ ഇവർ ഈ വിടുന്നേ, സപ്ലൈ ചെയ്യാൻ വിടുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക ക്രൂരമായിട്ടുള്ള ഒരു വർത്തമാനങ്ങൾ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ബാലൻ. അപ്പോൾ ആര്യൻ ഒന്നും തിരിച്ച് മറുപടി ഒന്നും പറയാതെ ബാലൻ പറയുന്ന പോലെ തന്നെ സാധനങ്ങളൊക്കെ ഇറക്കി ഒരു ചുമടൊക്കെ ഇറക്കി അവിടെ കടയിൽ നല്ല രീതിയിലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീനാക്ഷി ഇതിന് ശേഷം നമ്മുടെ ഗോമതിയോട് പറയുന്നുണ്ട്, അമ്മ കാരണമാണ് ആര്യൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ചുമടൊക്കെ എടുത്ത് കഷ്ടപ്പെടാൻ കാരണം. അമ്മ ഒരൊറ്റൊരാളുടെ വാക്കിന് പുറത്താണ് ആര്യൻ ഇങ്ങനെയൊക്കെ ആയി മാറി തീർന്നത് എന്നൊക്കെ നമ്മുടെ മീനാക്ഷി നമ്മുടെ ഗോമതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഗോമതിക്ക് ഭയങ്കര സങ്കടം കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ. ഇനി ഗോമതി ഒരു സങ്കടം സഹിക്കാനാവാതെ നമ്മുടെ ബാലൻ്റെ അടുത്ത് എല്ലാ സത്യങ്ങളും തുറന്ന് പറയുമോ എന്നും അറിയില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിച്ചത് മിത്ര ആര്യനെ കാത്തിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മിഥുൻ ആ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ കാണുന്നതാട്ടോ. അപ്പം നമ്മുടെ മിഥുൻ ഇവിടെയും ഇല്ല, ഈ എന്താ പറയുക ഈ നാട് വിട്ട് പോയിട്ടുണ്ടാകും എന്നായിരുന്നു നമ്മുടെ മിത്രയുടെ ധാരണ. പക്ഷേ തൻ്റെ കൺമുന്നിലൂടെ വീണ്ടും മിഥുൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ മിത്രയുടെ ആകപ്പാടെ എന്താ പറയുക കിളി പോയ പോലത്തെ ഒരു അവസ്ഥയാട്ടോ നമ്മുടെ മിത്രയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പം ഇതിലാണെങ്കിൽ മിത്രയെ നോക്കി ഇങ്ങനെ കളിയാക്കി പരിഹസിച്ച് ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മിത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ മിഥുൻ്റെ ആ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് പ്രൊമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് കഥ വഴിത്തിരിവിലേക്കുള്ളൊരു നിമിഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ആ ഒരു പ്രൊമോയില് ആ ഒരു രണ്ട് ഭാഗങ്ങളും കാണിച്ചതിലൂടെ. ഒന്നല്ലെങ്കിൽ ഗോമതി ബാലനെ സത്യങ്ങൾ അറിയിച്ചിട്ട് നമ്മുടെ ആര്യനെ തിരികെ വീട്ടിലേക്ക് വിളിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ മിത്രയ്ക്ക് ഒരു വലിയൊരു അപകടമായിരിക്കും ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.